കേരളത്തിൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സംഭാവന. അതുകൊണ്ട് ഗവൺമെന്റ് മാറണം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു, തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു, ഒരു വികസനവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഈ നിലയിലേക്ക് അധപ്പതിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ആ മാറ്റം ഉണ്ടാകും, വരും തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം ഉണ്ടാകും. പിന്നെ കോൺഗ്രസിനകത്ത് കുഴപ്പമുണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ പ്രചരണങ്ങളാണ്. അതിനകത്ത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു, എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കോൺഗ്രസിൽ പുതിയ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി വന്നു. ആ കമ്മിറ്റി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലാത്തപ്പോഴും കോൺഗ്രസ് പ്രശ്നമാണെന്ന് വരുത്താൻ ബോധപൂർവമായി നീക്കം നടക്കുകയാണ്. ഒരു തർക്കവും കോൺഗ്രസിലില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. ഞാൻ തന്നെയാണ് ഒരു സീനിയർ ലീഡർ എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി ഒരുമിച്ച് പോകാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസിൽ പ്രശ്നമായതുകൊണ്ട് ഗവൺമെന്റ് വരുമോ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും മാറണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയാണ്. നിങ്ങളാരും വോട്ട് ചെയ്യാൻ വരുത്തില്ലെന്നറിയാം. നാട്ടിലുള്ളവരോടെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറയുകയും നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.